3, 2, 1 മാക്സിമം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ മിസ്റ്റർ വലിയൊരു ഫെയിലിയറായി മാറിയിരിക്കുകയാണ്. റിവേഴ്സ് ചെയ്യാം. കിരൺ സാർ ഒന്ന് ഉഷാറ് നേരത്തെ ആ അഹങ്കാരമൊക്കെ കാണണ്ടേ. ഹലോ മക്കളെ, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സിഗ്നിഫിക്കൻസ് എന്താ അതിൻ്റെ ശരിക്കും അർത്ഥം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പം അതിനു മുമ്പ് നിങ്ങൾ പറ, ഈ ആനയ്ക്കാണോ ഈ പൂച്ചയ്ക്കാണോ ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ, ട്രാൻസ്ലേഷണൽ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലേ, ലീനിയർ മോഷൻ, അതിനോടുള്ള ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മടി, ആർക്കാണ് കൂടുതലുള്ളത്? ഈ ആനേൻ്റെ മുകളിൽ ഞാൻ 30 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ അവൻ അനങ്ങാൻ പോകുന്നില്ല. കാരണം അവൻ്റെ ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ, മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള മടി ഭയങ്കര കൂടുതലാണ്. ട്രാൻസ്ലേഷണൽ മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള മടി, ഇങ്ങോട്ടുള്ള മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള മടി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പിന്നെ ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ, അതായത് സാധാരണ ഇനേർഷ്യ കൂടുതലായിരിക്കും. അത് പറയാൻ കാരണം എന്താണ്? ഇവൻ്റെ മാസ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ട്രാൻസ്ലേഷണൽ ഇനേർഷ്യൻ്റെ ഇൻഡിക്കേറ്റർ എന്താണ്? മാസ്സാണ്. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മാസ് ഇസ് എ മെഷർ ഓഫ് ട്രാൻസ്ലേഷൻ ഇനേർഷ്യ, അല്ലെ മാസ് മെഷർ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉദ്ദേശിച്ചത് മാസ് മെഷർ ഓഫ് ട്രാൻസ്ലേഷൻ ഇനേർഷ്യ. മാസ് കൂടിയ ആൾക്ക് ട്രാൻസ്ലേഷണൽ മോഷനുള്ള ഇനേർഷ്യ കൂടുതലായിരിക്കും. എന്നാൽ ഇവനെ 30 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ എളുപ്പത്തിൽ അവൻ മൂവ് ചെയ്യുന്ന എനിക്കറിയാം. കാരണം അവൻ്റെ ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ കുറവാണ്, കാരണം അവൻ്റെ മാസ് കുറവാണ്. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനേർഷ്യയാണ്, ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ല, ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ അവിടെ കൂടുതലിവിടെ കുറവാണ്. അപ്പം ട്രാൻസ്ലേഷണൽ ഇനേർഷ്യനെ സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്? മാസ്സാണ് ട്രാൻസ്ലേഷണൽ ഇനേർഷ്യനെ സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റി. മാസ് കൂടിയ ആൾക്കാർക്ക് ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ മടി കൂടുതലായിരിക്കും, മാസ് കുറവുള്ള ആൾക്ക് ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ 2 സിസ്റ്റംസ് ഞാൻ എടുത്തു. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതാണ് ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ സിസ്റ്റത്തിൻ്റെ മാസ്, ഇത് റോഡിന് മാസ് ഇല്ലെങ്കിൽ 4 കിലോ ആണ്. ഈ സിസ്റ്റത്തിൻ്റെ മാസ് 2 നിങ്ങൾക്ക് എഴുത്ത് കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് 2 കിലോ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. 2 കിലോ, 2 കിലോ, ഇതും 2 കിലോ, ഇത് 2 കിലോ. അപ്പോൾ 2 സിസ്റ്റത്തിൻ്റെയും ടോട്ടൽ മാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ 2 പേർക്കും ട്രാൻസ്ലേഷണൽ ഇമോഷനുള്ള ഇനേർഷ്യ സെയിം ആയിരിക്കുമോ? ഞാൻ ഉന്തി നീക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് 2 പേർക്കും സെയിം ആയിരിക്കുമോ? യെസ്, ഉന്തി നീക്കാനുള്ള ബുദ്ധിമുട്ട് സെയിം ആയിരിക്കും. കാരണം ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ 2 പേർക്കും എന്താണ്? സെയിം ആണ്. ട്രാൻസ്ലേഷൻ ഇനേർഷ്യ വിൽ ബി സെയിം. ഇങ്ങനെ എഴുതാം, ട്രാൻസ്ലേഷൻ ഇനേർഷ്യ ഈസ് ഈക്വൽ ടു സെയിം 2 പേർക്കും. കാരണം മാസ് 2 പേർക്കും സെയിം ആണ്, ടോട്ടൽ മാസ് എടുക്കാനാണ് സെയിം. അടുത്ത ചോദ്യം നിങ്ങൾ വൈകാതെ കാണും. ഇവിടെ പിടിച്ചിട്ട് ഇവനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്, ഇവിടെ പിടിച്ചിട്ട് ഞാൻ ഇവനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാൻ ആരെയായിരിക്കും കൂടുതൽ എളുപ്പം? ആരെയായിരിക്കും കൂടുതൽ എളുപ്പം? അല്ലെ സെയിം ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടോ? 2 പേരെ ഒരേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ മക്കളെ, അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാം. എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം കിരൺ സാറും നമ്മുടെ അർച്ചനാമസും വന്നിട്ടുണ്ട്. 2 പേരെടുത്തും പൈപ്പുകളുണ്ട്. പൈപ്പ് സെയിം ആണ്, ഐഡൻറ്റിക്കലാണ്. അതിൽ ബോട്ടിൽസിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഒരേ ബോട്ടിലിൽ ഒരേ അളവിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. അതൊക്കെ അറ്റാച്ച് ചെയ്ത് ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആകെയുള്ള വ്യത്യാസം കിരൺ സാറിൻ്റെ കയ്യിലുള്ള ബോട്ടിൽസ്, പൈപ്പിലുള്ള ബോട്ടിൽസ് അടുത്തടുത്താണ്. മിസ്സിൻ്റെ കയ്യിലുള്ള ബോട്ടിൽസുള്ള പൈപ്പിൽ നിന്നാണ് കുറച്ച് വിട്ടിട്ടാണ്. ഇനി ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, വീഡിയോ പോസ് ചെയ്ത് ആലോചിക്കേണ്ടത്, ഇതിൽ ഏത് സിസ്റ്റത്തിനായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവർ 2 പേരും എന്ത് ചെയ്യും? ഇതിനെ കറക്കാൻ നോക്കും. മാക്സിമം എഫേർട്ട് ഇടണം, ഇടില്ലേ? മാക്സിമം എഫേർട്ട് ഇട്ട് 2 പേരും ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആരാണ് കൂടുതൽ എളുപ്പത്തിൽ കൂടുതൽ ആംഗുലർ വെലോസിറ്റി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 പൊസിഷൻ റെഡിയോ? 3, 2, 1 മാക്സിമം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാം. മിസ് നല്ല അടിപൊളിയായിട്ട് പരാജയപ്പെട്ടു. ഓക്കെ, അപ്പോൾ മിസ് ഒരു വലിയൊരു ഫെയിലിയറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സിന് മസിലില്ലാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിസ്സിന് മസിലില്ലാത്തതുകൊണ്ടാണോ അത് തിരിക്കാൻ പറ്റാത്തതെന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇത് 2 ഒന്ന് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് 2 പേര് എക്സ്ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇതേ എക്സ്പെരിമെൻറ്റ് വീണ്ടും ഇതേ ആൾക്കാർ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യണം. മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക. ആർക്കാണ് കൂടുതൽ സ്പീഡിൽ കറക്കാൻ പറ്റും നമുക്ക് നോക്കാം. 3, 2, 1 സ്റ്റാർട്ട്. കിരൺ സാർ ഒന്ന് ഉഷാറ് കിരൺ സാർ, മസിലൊക്കെ വരട്ടെ, നേരത്തെ ആ അഹങ്കാരമൊക്കെ കാണട്ടെ.
അപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആൾക്കാരല്ല പ്രശ്നം, സാധനമാണ് പ്രശ്നം. സാധനത്തിൻ്റെ മാസമല്ല പ്രശ്നം. കാരണം നിങ്ങൾ ഇതിനെ മൊത്തത്തിൽ തൂക്കി നോക്കിയാൽ എത്ര കിലോ വരുമോ അത്രത്തോളം കിലോ ഇത് മൊത്തത്തിൽ തൂക്കിയാലും വരും. ഒരു വ്യത്യാസമില്ല മാസ് വെച്ചിട്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റിലാണ് വ്യത്യാസം, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിലാണ് വ്യത്യാസം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാണ്, നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കും, കാരണം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഭയങ്കര കൂടുതലാണ് അല്ലേ, മാസുകൾ ഭയങ്കര ദൂരെയാണ്, അതുകൊണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഇയാളുടെ എടുക്കുകയാണെങ്കിൽ മാസ് രണ്ടുപേർക്ക് സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഭയങ്കര അടുത്താണ്, അതുകൊണ്ട് തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ പവർ. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഇവനെ കറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇവനെ കറക്കാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ വ്യത്യാസമുള്ളതുകൊണ്ട്. ട്രാൻസ്ലേഷൻ ഇനേർഷ്യയിൽ വ്യത്യാസമില്ല, മാസിലൊന്നും വ്യത്യാസമില്ല, പക്ഷേ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് ആറാണ്, ഇവിടെ ഡിസ്റ്റൻസ് ആറാണ്. ഇനി ഞാൻ R1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും? 2 × R1² + 2 × R1². ഒരു വലിയ വാല്യൂ ആയിരിക്കും, കാരണം ഈ R വലുതാണ്. എന്നാൽ അവിടെ അങ്ങനെയല്ല, ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണെങ്കിൽ ഇതിനെ ഞാൻ R2 എന്ന് വിളിക്കാം, ഇത് R2 ആണ്, ഇത് R2 ആണ്. ഇവിടെ 2 × R2² കുഞ്ഞ്, 2 × R2² കുഞ്ഞ്. സോ ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയി വളരെ കൂടുതലായിരിക്കും, ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വളരെ കുറവായിരിക്കും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിലാണ് വ്യത്യാസമുള്ളത്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി റൊട്ടേഷണൽ ഇനേർഷ്യ, റൊട്ടേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെ റൊട്ടേഷണൽ മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെ മടി കൂടുതലായിരിക്കും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞ സിസ്റ്റത്തിന് റൊട്ടേഷണൽ ഇനേർഷ്യ കുറവായിരിക്കും. അത് റൊട്ടേഷണൽ മോഷനോടുള്ള ഇനേർഷ്യ ഇവിടെ കൂടുതലായിരിക്കും, റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ റൊട്ടേഷണൽ മോഷനോടുള്ള ഇനേർഷ്യ കുറവായിരിക്കും, റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ റൊട്ടേഷണൽ ഇനേർഷ്യനെ സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റിൻ്റെ പേരെന്താണ്? അതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ട്രാൻസ്ലേഷൻ ഇനേർഷ്യനെ സൂചിപ്പിക്കുന്ന ആരാണ്? മാസാണ്. എന്നാൽ റൊട്ടേഷണൽ ഇനേർഷ്യനെ സൂചിപ്പിക്കുന്ന ആരാണ്? റൊട്ടേഷണൽ മോഷനോടുള്ള മടി, അല്ല അത് കറക്കാനുള്ള ബുദ്ധിമുട്ട് അതാരാണ് കാണിച്ചു തരിക? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഒരു ബോഡി ഉണ്ട്, എ എന്ന് പറഞ്ഞ ബോഡി, അവൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 2 kg/m². വേറൊരു ബോഡി ഉണ്ട്, അവൻ്റെ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 5 kg/m². ഫസ്റ്റ് ബോഡിയുടെ മാസ് 10 കിലോ ആണ്, രണ്ടാമത്തെ ബോഡിയുടെ മാസും 10 കിലോ ആണ്. പറയും മക്കളെ, ഈസിയർ ടു പുഷ് ആരെ? ഈസിയർ ടു പുഷ് ആരെ? മക്കളെ പുഷ് ചെയ്യുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നോക്കേണ്ട ആവശ്യമില്ല, ട്രാൻസ്ലേഷണൽ മോഷൻ്റെ ഇനേർഷ്യ നോക്കിയാൽ മതി. അത് മാസ് നോക്കുമ്പോൾ മനസ്സിലോ രണ്ടുപേർക്ക് സെയിം മാസാണ്. അപ്പോൾ ഈസിയർ ടു പുഷ് ആരാണ്? രണ്ടുപേരും സെയിം ആണ്, ഒരേ ബുദ്ധിമുട്ടാണ്, കാരണം രണ്ടുപേർക്ക് മാസ് 10 കിലോ ആണ്. പക്ഷേ ചോദ്യം, ഈസിയർ ടു റൊട്ടേറ്റ്, റൊട്ടേഷണൽ മോഷനിലാക്കാൻ ഈസി ആരായിരിക്കും? അവിടെ നിങ്ങൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നോക്കണം, മാസ് നോക്കിയിട്ട് കാര്യമില്ല. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നോക്ക്. ഇവന് കുറവാണ്, ഇവന് കൂടുതലാണ്, അല്ല ഇവന് കൂടുതലാണ്, ഇവന് കുറവാണ്. കുറവുള്ള ആളെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറവാണെങ്കിൽ റൊട്ടേഷണൽ ഇനേർഷ്യ കുറവാണ്, അവനെ ആയിരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ബോഡി എ, കാരണം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. നേരെ മറിച്ച് ബോഡി ബീനെ റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾ കഷ്ടപ്പെടും. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, റെഡി? ബുദ്ധിമുട്ടില്ല? ശരി. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിനൊരു ഫീൽ ഉണ്ടാക്കി. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷനോടുള്ള ഇനേർഷ്യ, റൊട്ടേഷണൽ മോഷനിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് കൂടുതലാണ്. അത് എപ്പോഴാണ് കൂടുക? അതിനൊരു ഫീൽ ഉണ്ടാക്കണം. എപ്പോഴാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുക? പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എത്രത്തോളം ദൂരം കൂടുന്നോ അത്രത്തോളം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടും. അപ്പം ഒരു 2 മാസ് ഈ ആക്സിസ് റൊട്ടേഷൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറവായിരിക്കും, എളുപ്പത്തിൽ റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ദൂരം കൂടുന്തോറും പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ആക്സിസ് റൊട്ടേഷൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആക്സിസ് റൊട്ടേഷൻ ദൂരം ആവും തോറും റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കൂടുതലായിരിക്കും, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു ഫീലിംഗ് കൂടി നിങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, രണ്ട് എക്സാമിൽ വരുന്ന 2-3 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇത് പിടിച്ചോ. നെയിം 2 ഫാക്ടേഴ്സ് ഓൺ വിച്ച് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. എപ്പോഴും ചോദിക്കുന്നതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഒബ്വിയസ്ലി മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? നമ്മളൊരു സിംഗിൾ പാർട്ടിക്കൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുകയാണെങ്കിൽ mr² ആണ്. ഒബ്വിയസ്ലി അവനെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിലൊരു സംശയമില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുക? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അറൗണ്ട് ആക്സിസ് റൊട്ടേഷൻ. ആക്സിസ് റൊട്ടേഷൻ്റെ എത്ര അകലെയാണ് ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ,
ഭയങ്കര ദൂരെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഭയങ്കര കൂടുതലായിരിക്കും, കാരണം ഈ R കൂടുതലായിരിക്കും, ഓരോ പാർട്ടിക്കിൾസിലേക്ക് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഭയങ്കര അടുത്താണെങ്കിൽ R കുറവായിരിക്കും, സോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അറൗണ്ട് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പിന്നെ നമുക്ക് പറയാം ഷേപ്പ് ഓർ സൈസ് ഓഫ് ബോഡി. അപ്പോൾ ഷേപ്പിന് സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഡിസ്ക് എടുത്തു, അവൻ്റെ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇടയിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എടുത്തു, അല്ലേ വേണ്ട ഡിസ്ക് വേണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാം. ഒരു മാസ് ഞാൻ M എടുത്തു, ഓക്കെ, ഇവിടെ ഞാൻ 3 മീറ്റർ വരെ കറക്കി. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? മാസ് 1 കിലോ ആണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അബൌട്ട് ഞാൻ കറക്കുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? mr² ആണ്. 1 × r², 1 × 9², 3² 9 ആയി വരും. അപ്പം 9 kg/m² ആണ്. ബുദ്ധിമുട്ടില്ല മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, I1 എന്ന് വിളിക്കും. ഇത് ഫസ്റ്റ് കേസ്. ഇതേ മാസിനെ ഞാൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറ്റി, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഞാൻ ഇവിടെ ആക്കി, കുറച്ചും കൂടെ ദൂരം കൂട്ടി ഞാൻ ആക്സിസ് റൊട്ടേഷൻ ഞാൻ മാറ്റി, ഓക്കെ. അപ്പോൾ സിസ്റ്റം 2 സെയിം മാസാണ് 1 കിലോ. അപ്പോൾ ആക്സിസ് റൊട്ടേഷനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5 മീറ്റർ ആയി. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താ? I2 = മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മാസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ 5² വരും, ദാറ്റ് ഇസ് 25. ഒറ്റയടിക്ക് എഴുതാം 25 kg/m². അപ്പോൾ ആലോചിച്ച് നോക്കി, സെയിം മാസ്, സെയിം ബോഡി, ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറിയതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മാറി. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യും, ഏത് ആക്സിസിൽ കിടന്നിട്ടാണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ ഫോണിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഫോണിൻ്റെ ഈ ആക്സിസിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇന്നതാണ്. ഈ ആക്സിലൂടെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വേറെയാണ്. ഈ ആക്സിലൂടെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വേറെയാണ്. ഈ ആക്സിലൂടെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വേറെയാണ്. അപ്പോൾ ഒരേ ബോഡിക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും, കാരണം ഓരോ ആക്സിസിലും വേറെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. അപ്പോൾ ഏത് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണെന്നുള്ള കാര്യം നമ്മൾ പറയണം, ഓക്കെ. അപ്പോൾ ഈ മാസിൻ്റെ ഒരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഒന്നുമില്ല, ഈ മാസത്തിന് ഈ ആക്സിൻ്റെ അബൌട്ട് ഒരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, ഈ ആക്സിൻ്റെ അബൌട്ട് വേറെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, ഓക്കെ. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യും, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഒരു ചോദ്യം കൂടെ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്, വൈ ഇസ് ഇറ്റ് കൺസിഡേർഡ് ഫോർ എക്സ്പ്ലെയിൻ. മാസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ ഇനർഷ്യയുടെ ഇൻഡിക്കേറ്ററാണ്, ഒരു മെഷറാണ്, ട്രാൻസ്ലേഷൻ മോഷണൽ ഇനർഷ്യയുടെ സൂചിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷനിലേക്ക് വരുമ്പോൾ മാസിന് പകരക്കാരൻ ആരാണ്? ട്രാൻസ്ലേഷണൽ ഇനർഷ്യനെ സൂചിപ്പിക്കുന്ന ആളാണ് മാസ്. അപ്പോൾ റൊട്ടേഷനിലേക്ക് കൊണ്ടുപോവാ, ഇതേ കാര്യങ്ങൾ റൊട്ടേഷനിലേക്ക് കൊണ്ടുപോവാ. റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ട്രാൻസ്ലേഷൻ ഇനർഷ്യ അല്ല, റൊട്ടേഷണൽ ഇനർഷ്യയാണ്. അപ്പോൾ റൊട്ടേഷണൽ ഇനർഷ്യ, റൊട്ടേഷൻ മോഷനിൽ ആകാൻ വേണ്ടി മടി കൂടുതൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂടുതൽ കാണിക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്? മാസാണോ? അല്ല, മാസ് കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കാണിക്കാൻ പറ്റും? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൊണ്ട് കാണിക്കാൻ പറ്റും, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ നമ്മൾ പറയും മാസിൻ്റെ റൊട്ടേഷണൽ മോഷനിലെ, ട്രാൻസ്ലേഷൻ മോഷനിൽ മാസ് ആണെങ്കിൽ ഇനർഷ്യ കാണിക്കുന്നതെങ്കിൽ റൊട്ടേഷണൽ മോഷനിലെ മാസിൻ്റെ അനലോഗ് അല്ലെ മാസിൻ്റെ കസിൻ ആരാണ്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്, ഓക്കെ. മാസിൻ്റെ റോൾ എടുത്തിരിക്കുന്ന ആരാണ്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്, ഓക്കെ. അപ്പോൾ എഴുതി വെക്കുക പരീക്ഷയിൽ, ഗ്രേറ്റർ ദി മാസ് ഗ്രേറ്റർ ദി ട്രാൻസ്ലേഷൻ. എത്രത്തോളം മാസ് കൂടുതലാണോ അത്രത്തോളം ട്രാൻസ്ലേഷൻ ഇനർഷ്യ കൂടുതലാണ്. അതേപോലെ തന്നെ ഗ്രേറ്റർ ദി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഗ്രേറ്റർ ദി റൊട്ടേഷണൽ ഇനർഷ്യ. എത്രത്തോളം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണ് അത്രത്തോളം റൊട്ടേഷണൽ ഇനർഷ്യ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക മാസിൻ്റെ റൊട്ടേഷണൽ മോഷനിലെ അനലോഗാണ്, കസിനാണ് ആര്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക, ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ സംഭവം സെറ്റാണ്, ഓക്കെ. റെഡി? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് നമ്മൾ മനസ്സിലായി, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. മാത്രമല്ല അതിൻ്റെ ഒരു ഫീലും നമുക്ക് കിട്ടി. ഇനി നമുക്ക് കുറച്ച് സ്പെസിഫിക് ബോഡീസ് ഉണ്ട്, ആ ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കണം, വേറെ ഒരു വഴിയില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ, കീപ് സ്റ്റഡിങ്.